പറക്കും സിഖ് എന്ന് പേരുകേട്ട മിൽഖ സിംഗിനും അതുപോലെ തന്നെ പയ്യോളി എക്സ്പ്രസ് എന്ന് പേരെടുത്ത നമ്മുടെ PT ഉഷയ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും മുമ്പേ ഇന്ത്യക്ക് ലോകത്തിൻ്റെ കായിക ഭൂപടത്തിൽ ഒരു മേൽവിലാസം സ്വന്തമാക്കി കൊടുത്ത ഒരു വനിതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വനിത എന്നല്ല പറയേണ്ടത്, കൗമാരം കടന്നിട്ടില്ലാതിരുന്ന ഒരു പെൺകുട്ടി. ജി വസന്തകുമാരി എന്നാണ് അവരുടെ പേര്. 1957 ബാംഗ്ലൂരിലെ ശ്രീ കന്ദീരവ സ്റ്റേഡിയത്തിലായിരുന്നു വസന്തകുമാരിയുടെ മിന്നുന്ന പ്രകടനം. അന്ന് വസന്തകുമാരിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായം. അവിടെ ഹൈ ജമ്പ് പിറ്റിൽ 5 അടി 1 ഇഞ്ച് മറികടന്നുകൊണ്ട് വസന്തകുമാരി തീർത്ത ആ പ്രകടനം ഇന്ത്യയെ ഏഷ്യൻ റെക്കോർഡിനൊപ്പം എത്തിച്ചു. വസന്തയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു, വിജയകുമാരി. അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ സ്പോർട്സിൽ പങ്കെടുത്തിരുന്നു. ഇവരുടെ മൂത്ത സഹോദരൻ A. ഗോപാലകൃഷ്ണൻ, അദ്ദേഹവും ഹൈ ജമ്പിലും ലോങ് ജമ്പിലും ഒരുപോലെ പങ്കെടുത്തിരുന്നു. വാസ്തവത്തിൽ 57 വസന്ത ഏഷ്യൻ റെക്കോർഡിനൊപ്പം എത്തുന്നു. 58 കൽക്കട്ട മീറ്റിൽ A. ഗോപാലകൃഷ്ണൻ ഇൻ്റർവാഴ്സിറ്റി മീറ്റിൽ അദ്ദേഹം 6.1 അടി ഹൈ ജമ്പിൽ ചാടിക്കൊണ്ട് അന്ന് ദേശീയ തലത്തിൽ ഒരു ഇൻ്റർവാഴ്സിറ്റി റെക്കോർഡ് തീർക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അത്ലറ്റിക് കുടുംബം എന്താണ് വാസ്തവത്തിൽ വസന്തയുടെ കുടുംബത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ അവരെ അടുത്തറിയാവുന്നവരും വിശേഷിപ്പിച്ചിരുന്നത്. അന്ന് ബാംഗ്ലൂരിലെ മീറ്റിൽ കേരളത്തിന് 11 പോയിന്റുകൾ കിട്ടിയപ്പോൾ അത് 10ഉം ഈ കുടുംബത്തിൽ നിന്നായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വസന്തയുടെ ഉള്ളിൽ ഒരു നഷ്ടബോധത്തിൻ്റെ ഒരു നീറ്റലുണ്ട്. കാരണം 1958 കട്ടക്ക് മീറ്റിലാണ് വാസ്തവത്തിൽ മിൽഖ സിംഗിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രകടനം ഉണ്ടാകുന്നത് 200 മീറ്ററിലും 400 മീറ്ററിലും. അത് കഴിഞ്ഞ് 1960 റോം ഒളിമ്പിക്സിൽ മിൽഖയുടെ ഗംഭീരമായ പ്രകടനം ഉണ്ടായി. അപ്പോൾ 56, 57, 58 ദേശീയ മീറ്റുകളിൽ ഹൈ ജമ്പിൽ ഒന്നാമതെത്തിയ, അതുപോലെ തന്നെ ഏഷ്യൻ റെക്കോർഡിന് ഒപ്പമെത്തിയ പ്രകടനം കാഴ്ചവെച്ച ഒരു പെൺകുട്ടിക്ക് അന്ന് ദേശീയ തലത്തിൽ മികച്ച പരിശീലന സാധ്യതകൾ തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വസന്തകുമാരി 1960 റോം ഒളിമ്പിക്സിലേക്ക് എത്തുമായിരുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഒളിമ്പിക്സ് മെഡൽ അന്ന് വസന്തകുമാരിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചേക്കാമായിരുന്നു. വസന്തകുമാരി പിന്നീട് MBBS പാസ്സായി. അവർ പിന്നീട് തൻസാനിയയിൽ ഡോക്ടറായിട്ട് കുറച്ചുനാൾ സേവനമനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് ഉന്നത പഠനം നടത്തുന്നു. അവർ അമേരിക്കയിലേക്ക് പോകുന്നു. അതിനിടയിൽ വിവാഹം നടക്കുന്നു. മാതൃഭൂമി മുൻ മാനേജിംഗ് എഡിറ്റർ VM നായരുടെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കവയിത്രി ബാലാമണിയമ്മയുടെയും മകൻ ഡോക്ടർ ശ്യാം സുന്ദറാണ് വസന്തകുമാരിയെ കല്യാണം കഴിച്ചത്. അവരൊന്നിച്ച് അമേരിക്കയിൽ പോകുന്നു. ഡോക്ടർ ശ്യാം സുന്ദർ സൈക്യാട്രിയിൽ പ്രഗത്ഭനായി അറിയപ്പെടുന്ന ഒരു വിദഗ്ധനായിരുന്നു. രണ്ടുപേരും ന്യൂജേഴ്സിയിൽ ഡോക്ടേഴ്സായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അത് കഴിഞ്ഞ് 1986 രണ്ടുപേരും തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്കറിയാം ബാലാമണിയമ്മയുടെ മരുമകളെന്ന് പറഞ്ഞാൽ മാധവിക്കുട്ടിയുടെ സഹോദരൻ്റെ ഭാര്യ കൂടിയാണ്. എന്തൊക്കെയായാലും ഇന്നിപ്പോൾ ഡോക്ടർ വസന്തകുമാരി കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റലിൽ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇക്കഴിഞ്ഞ 84 വർഷങ്ങളിൽ ജീവിതം എന്താണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ വസന്തകുമാരി പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് അവർക്ക് കിട്ടിയ ആ ഒരു ദർശനം, ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം, അത് ആ ഹൈ ജമ്പ് പിറ്റിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. തനിക്ക് പിന്നാലെ വരുന്ന കുട്ടികളോട്, കളിക്കളത്തിലായാലും ജീവിതത്തിലായാലും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോട് ഡോക്ടർ വസന്തകുമാരിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഓരോ തവണ നിങ്ങൾ താഴെ വീഴുമ്പോഴും, ഓരോ തവണ നിങ്ങളുടെ ചുവടുകൾ ഇടറുമ്പോഴും നിങ്ങളത് ഒരു അവസരവും വെല്ലുവിളിയുമായിട്ട് കാണുക. എന്നിട്ട് കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട്, കൂടുതൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. വസന്തകുമാരി സ്വന്തം ജീവിതം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോട് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു.